നമസ്കാരം. PV അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുത്തിയ 24 ചാനലിനോട് പറഞ്ഞത് PV അൻവർ പറഞ്ഞത് സർക്കാരിനെയും പാർട്ടിയെയും അധികാരത്തിനും മകൾക്കും മകനും അതേപോലെ മരുമകനും അതേപോലെ കുടുംബത്തിനും വേണ്ടി ഒതുക്കി തീർത്തു. കാരണം ഈ ഭരണം നടത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? പിണറായി വിജയൻ്റെ മകൾക്കും മകനും മരുമോനും വേണ്ടിയിട്ടാണ്, കുടുംബത്തിനും വേണ്ടിയിട്ടാണ്. അതേപോലെ പാർട്ടിയെ അതേപോലെ ഒതുക്കി. പിണറായി വിജയൻ നടത്തിയ അഴിമതി, മകൾ നടത്തിയ അഴിമതി, ഇതെല്ലാം തന്നെ ഒതുക്കി ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി, അതായത് BJPയുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി സകല കുതന്ത്രങ്ങളും മെനഞ്ഞു എന്ന് ആണ് PV അൻവർ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് സുരേഷ് ഗോപി പറഞ്ഞത് ശരിയാണ്. കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം കിട്ടാൻ വേണ്ടി കേന്ദ്രത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും, BJPക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. തിരിച്ച് ഇങ്ങനെ പാർട്ടിയെയും സർക്കാരിനെയും ഒതുക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ, അങ്ങനെ ചതിക്കുഴിയിൽ വീഴ്ത്തിയിരിക്കുകയാണ് എന്നെ എന്നാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. അതായത് സുരേഷ് ഗോപി PV അൻവറിനെ പിന്തുണച്ചുകൊണ്ട് പിണറായി വിജയൻ ചതിക്കുഴിയിൽ വീഴ്ത്തിയിരിക്കുകയാണെന്നുള്ള പ്രസ്താവന, തന്നെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ്താവനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞത് ശരിയാണ്, എന്നെ ഗവൺമെൻറ് ചതിക്കുഴിയിൽ പെടുത്തിയിരിക്കുകയാണ്, പിണറായി വിജയൻ ഒറ്റുകാരനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ചതിയനും ഒറ്റുകാരനുമാണ്. മലപ്പുറം ജില്ലയെ മാത്രമല്ല ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട്, കേരള ജനതയെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെയും മകളുടെയും മകൻ്റെയും എല്ലാം കേസുകളെല്ലാം അട്ടിമറിക്കാൻ കേന്ദ്രവുമായി ധാരണയിലെത്തിയിരിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തെ PV അൻവറിനെ ചതിക്കുഴിയിൽപ്പെടുത്തി എന്ന് തന്നെയാണ് PV അൻവർ ഇന്ന് 24 ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിന്റെ ഭാഗങ്ങളൊന്ന് പൂർണ്ണമായി കേൾക്കാം. ഇന്നലെ NDA കൺവെൻഷൻ ഉദ്ഘാടനം സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യം, ഒരു മാന്യദ്ദേഹത്തെ ചതിക്കുഴിയിൽപ്പെടുത്തി രാഷ്ട്രീയ കുരുതിക്ക് കൊടുത്തു എന്നാണ്. മുന്നണികൾ ആരാന്ന് പറഞ്ഞത് അങ്ങനെ ചതിക്കുഴിയിൽ വീണ് രാജിവെക്കേണ്ടി വന്ന ആളാണോ PV അൻവർ? ഇല്ല, ഞാൻ ചതിക്കുഴിയിൽ തന്നെയാണ് സത്യത്തിൽ വീണത്. സുരേഷ് ഗോപി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യാവസ്ഥയാണ്. ഞങ്ങളൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ലല്ലോ. പൂർവ്വപിതാക്കന്മാർ തൊട്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് പോരാടിയ കോൺഗ്രസിന്റെ സമരചരിത്രമുള്ള രക്തം ഉള്ള കുടുംബത്തിൽ നിന്ന് വന്നവനാണ്. നമ്മൾ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ചത്? അവരുടെ സെക്യുലർ സ്വഭാവം ഒന്ന്, രണ്ട് അവരുടെ മതനിരപേക്ഷത, അത് രണ്ടും കൈവിട്ടില്ലേ? തീർത്തും ഒരു ജാതിമത സമവാക്യങ്ങൾക്കനുസരിച്ച് കേന്ദ്ര മന്ത്രിസഭയുടെ സംരക്ഷണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടാൻ വേണ്ടി കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഒറ്റുകൊടുത്തതാണ് പിണറായി. അതാണ് ചതിക്കുഴി എന്ന് പറയുന്നത്. സോഷ്യലിസം എന്ന് പറയുന്ന ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായം എത്തിക്കുക, ഉള്ളവനിൽ നിന്ന് വാങ്ങി ഇല്ലാത്തവന് കൊടുക്കുന്നതാണ് സോഷ്യലിസം. അതാണ് ഇസ്ലാമിന്റെയും കൺസെപ്റ്റ്. മുതലാളിമാരോട് ജക്കാത്ത് കൊടുക്കാനാണ് പറഞ്ഞത്. ആ ജക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് സോഷ്യലിസം. ആ സോഷ്യലിസത്തിന്റെ ഒപ്പം നിന്നത് ഞങ്ങൾ. ഇന്ന് ആ പാർട്ടിയിൽ ആ സോഷ്യലിസം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു 100 രൂപ കൂട്ടിത്തരാൻ ഈ ആശാ വർക്കർമാർ ഈ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ 150 ദിവസമാകാൻ പോവാ സമരം തുടങ്ങിയിട്ട്. അവരോട് കാരുണ്യമില്ലാത്ത മുഖ്യമന്ത്രിയാ. അപ്പൊ കമ്മ്യൂണിസവും അവർ വിട്ടു, മതേതരത്വവും വിട്ടു. അധികാരം, കുടുംബം, മകള്, മരുമകൻ, അതിലേക്ക് ആ പാർട്ടിയും ഭരണം ഒതുങ്ങിയപ്പോ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ട് ഞങ്ങളെയൊക്കെ ചതിക്കുഴിയിലേക്ക് ഇടുകയാണ്. ഒരു മലബാറിനെ മുഴുവൻ സൈഡ് ലൈൻ ചെയ്യുന്നു. ഇവിടുത്തെ യുവാക്കളെ മുഴുവൻ കേസിൽ കൊടുക്കുന്നു. ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഇവിടെ ജീവിക്കാൻ മാർഗമില്ല. മണൽ തൊഴിലാളികൾക്ക് ജീവിക്കാൻ മാർഗമില്ല. കേരളത്തിലെ എല്ലാ പുഴയിൽ നിന്നും മണൽ വാരുന്നു. മലപ്പുറം ജില്ലയിൽ 10-20 പുഴയുണ്ട്. ഇവിടുന്ന് മണൽ വാരാൻ പാടില്ല. ഇവിടുത്തെ വൻകിട കോറിക്കാർക്ക് എംസാൻഡ് വെക്കണം. ഈ മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ആരോപണം ഇപ്പം PV അൻവർ ഉന്നയിച്ചല്ലോ, അതായത് പല കേസുകളും. ഇതേ ആരോപണം തന്നെയാണ് UDFും ഈ പിണറായിയുടെ മലപ്പുറം പരാമർശം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്നത്. ഇപ്പൊ രണ്ടുപേരും ഒരേ ഫോക്കസിലാണോ ഈ പ്രചാരണം നടത്തുന്നത്? അല്ല, തീർച്ചയായിട്ടും പിണറായിസം ആരാണ് ഈ വിഷയം ഇവിടെ ഉയർത്തിയത്? അത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാലോ. PV അൻവർ അല്ലേ? ഇവരാരും മിണ്ടിയിട്ടില്ലല്ലോ. ഈ 1 ലക്ഷത്തി ചില്ലാനം ആളുകൾക്ക് പാസ്പോർട്ട് കൊടുക്കാത്ത വിഷയം കേരളത്തിൽ ഉയർത്തിയതാരാ? PV അൻവർ ആണല്ലോ. ഈ മലയോര മേഖലയിലെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ജയിലിൽ പോയത് PV അൻവർ ആണല്ലോ. അതൊക്കെ ഇപ്പൊ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇതാരെ ഏറ്റെടുത്തു? ഇപ്പം മലപ്പുറത്തിന് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുകയാണ് ഇവരൊക്കെ. ഒറ്റ ചോദ്യമല്ലേ ചോദിച്ചത്? ഞാൻ പറഞ്ഞു കോഴിക്കോട് ഒരു പുതിയ ജില്ല ഇവിടെ ഉണ്ടാവണം. 60 ലക്ഷം ജനങ്ങളാണ് ഈ ജില്ലയിൽ തിങ്ങിപ്പാർക്കുന്നത്. തൊട്ടടുത്ത വയനാട്ടിൽ 10-11 ലക്ഷം ആളുകളാണ്. അവിടെ ഒരു കലക്ടറാണ്, അവിടെ ഒരു മെഡിക്കൽ കോളേജാണ്, അവിടെ സ്കൂളുകളും കോളേജിലും അതുപോലെ തന്നെയാണ്. നമ്മുടെ പത്തനംതിട്ട ജില്ല 5 MLA-മാരുള്ളത്. ഇടുക്കി 5 MLA-മാര്. ഇടുക്കി 5, പത്തനംതിട്ട 5, 10, വയനാട് 3, 13 നിയോജക മണ്ഡലത്തിൽ ഏകദേശം 25-30 ലക്ഷം ആളുകൾക്ക് 3 കലക്ടർമാരാ. മനസ്സിലായോ? 3 മെഡിക്കൽ കോളേജാണ്, 3 റവന്യൂ ജില്ലകളാണ്. ഇവിടെ 60 ലക്ഷം ആളുകൾക്ക് ഒരു കലക്ടർ.
ഒരു അപേക്ഷ കൊടുത്താൽ 6 മാസം കഴിഞ്ഞിട്ടേ കലക്ടർക്ക് മറുപടി തരാൻ കഴിയുള്ളൂ. മലപ്പുറം വിഭജിച്ച് ഒരു ജില്ല കൂടി വേണമെന്നാണ്. മലപ്പുറം, കോഴിക്കോട്, ഞങ്ങൾക്കൊരു മലയോര ജില്ല ഇവിടെ ഉണ്ടാവണം. മനസ്സിലായോ? ഞങ്ങൾക്ക് കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളിൽ സീറ്റില്ല. അപ്പൊ തിരുവമ്പാടി, ഈ പറയുന്ന നിലമ്പൂര്, വണ്ടൂര്, പെരിന്തൽമണ്ണ, ഈ പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരാണ്. പിന്നെ ഈ പറയുന്ന മഞ്ചേരി, കൊണ്ടോട്ടി, ഈ 7 നിയോജക മണ്ഡലം 6 നിയോജക മണ്ഡലം കൂട്ടിയിട്ട് ഞങ്ങൾക്കൊരു ജില്ല വേണം. ആ ജില്ല അതോട് കൂടിയിട്ട് എന്തായി? മലപ്പുറം ജില്ലയിലെ 60 ലക്ഷത്തിൽ നിന്ന് ഏകദേശം 20 ലക്ഷത്തോളം ജനങ്ങൾ ഇങ്ങോട്ട് മാറി. ഇവിടെ മെഡിക്കൽ കോളേജ് വേണം, ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനം വേണം, ഇവിടെ ഈ വില്ലേജുകൾ വിഭജിക്കണം. വികസന തത്തുല്യമായി ലഭിക്കാൻ ഒരു ജില്ല വേണമെന്ന് ആവശ്യം പി വി അവസാനം കോവിഡിൽ ഞാൻ അനുഭവിച്ചതാണ്. ഇവിടെ കോവിഡ് പടർന്നു പിറച്ച് വാക്സിനേഷന് അന്ന് 1 ലക്ഷം വാക്സിനേഷനാണ് വന്നത്. വയനാട്ടിലെ 12 ലക്ഷം ജനങ്ങൾക്ക് 1 ലക്ഷം വാക്സിനേഷൻ. ഇവിടുത്തെ 60 ലക്ഷം ആളുകൾക്ക് 1 ലക്ഷം വാക്സിനേഷൻ. ഇവിടെ കിട്ടുന്ന കേന്ദ്രത്തിൽ നിന്ന് വരുന്ന എല്ലാ സഹായങ്ങളും ജില്ലാടിസ്ഥാനത്തിലാണ്, സംസ്ഥാനത്തിന് ജില്ലാടിസ്ഥാനത്തിലാണ്. അപ്പൊ എവിടെയാണ് നീതി? ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, അതിന് മുഖ്യമന്ത്രി വരുന്നുണ്ടല്ലോ. നിങ്ങൾ ചോദിക്ക്, ഇവിടെ ഒരു പുതിയ ജില്ല രൂപീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവർ പറയുന്നുണ്ട്. എന്താണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ചോദിക്കൂ, ഈ കോൺഗ്രസിന്റെ അഭിപ്രായം ചോദിക്കൂ, UDFന്റെ അഭിപ്രായം ചോദിക്കൂ. അപ്പൊ കണ്ണീര് ഈ കള്ളക്കണ്ണീരാവരുത്, അത് ഉള്ളിൽ തട്ടിയതാവണം. ആ ഉള്ളിൽ തട്ടിയ പ്രചരണവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. രാഷ്ട്രീയം ചോദിച്ചോട്ടെ, ഇപ്പോ തൃണമൂൽ പിന്തുണയുണ്ട്, സ്വതന്ത്രനാണ്. അപ്പോൾ തൃണമൂലിന്റെ ഒരു നേരത്തെ പറഞ്ഞു ക്രൗഡ് ഫണ്ടിംഗ് അടക്കം ആയിട്ട് മുന്നോട്ട് പോകണത്. സാമ്പത്തികമായി തൃണമൂലിന്റെ പിന്തുണ ഉണ്ടെങ്കിലും സഹായമൊന്നും വരുന്നില്ലേ? തൃണമൂലിന്റെ ദേശീയ നേതാക്കളടക്കം വരുമോ പ്രചാരണത്തിന്? നമ്മളൊരു സഹായം അവരോട് തേടിയിട്ടില്ല. മനസ്സിലായി? നമ്മളൊരു പാർട്ടിയുടെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ വക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ വളരെ പുറകിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു പോരാട്ടം നടത്തി ഇതിന്റെ ശക്തി കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ തൃണമൂലിന്റെ ഒരു സഹായത്തോട് കൂടിയിട്ട് ഒരു പോരാട്ടം നടത്തി എനിക്ക് പൈസ വേണമെന്ന് പറയാൻ എനിക്കറിയില്ല. എനിക്ക് പൈസ വേണമെങ്കിൽ രാഷ്ട്രീയ സഹായം ചോദിക്കും. അല്ല, രാഷ്ട്രീയ സഹായം പൊളിറ്റിക്കൽ അവരുടെ ലീഡേഴ്സ് വരും. മമതയൊക്കെ പ്രതീക്ഷിക്കണം. മമതയെ പ്രതീക്ഷിച്ചു ചിഹ്നമായിരുന്നെങ്കിൽ അവർ വരുമായിരുന്നു. ചിഹ്നമല്ലാത്ത സ്ഥിതിക്ക് അവരെ കമ്പൽ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്നാലും അറിയപ്പെടുന്ന ദേശീയ നേതാക്കൾ തന്നെ വരും. ഈ സാമ്പത്തിക രാജ്യത്തിന്റെ പാർലമെന്റിൽ ഈ പറയുന്ന ഈ ഗവൺമെന്റിനെതിരെ ഏറ്റവും ശക്തമായി സംസാരിക്കുന്ന മഹുവ മൊയ്ത്രയടക്കമുള്ള നേതാക്കന്മാര്, വിഷയങ്ങൾ ഉന്നയിക്കുന്ന നേതാക്കന്മാര്, കേരളത്തിലെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന മലയാളികൾക്ക് അറിയുന്ന ചില ശബ്ദങ്ങളും ആളുകളുണ്ട്. 42 MP-മാരിൽ നല്ല വിശാലമായ വിഷയങ്ങൾ അവർ വരും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഇലക്ഷൻ നേരിടുമ്പോൾ സ്വാഭാവികം സാമ്പത്തികമാണ്, ക്രൗഡ് ഫണ്ടിംഗ് അടക്കം പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ഒരു ഓഡിറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇത് ജനങ്ങളെ ബോധിപ്പിക്കും. തീർച്ചയായിട്ടും, അതിനെന്താ സംശയം?